ദുബായിൽ നിന്ന് ജമാൽ കൂടി ചേരുന്നുണ്ട്. ജമാൽ, നമ്മുടെ പ്രവാസി മലയാളികളുടെ ഒരു വലിയ സ്നേഹമാണ് ഇത്രയും വലിയൊരു തുക ഇത്രയും ചെറിയ ഒരു കാലയളവിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? പ്രവാസി മലയാളികൾ ഈ കാര്യത്തിൽ എടുത്ത ഒരു എഫേർട്ട് എന്തായിരുന്നു? തീർച്ചയായും ഒരുപക്ഷെ പ്രവാസി മലയാളികൾ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി വലിയ ഒരു ഉദ്യമത്തിൽ ഭാഗമാക്കാവുന്ന അതിന്റെ എല്ലാ സന്തോഷവും സന്തോഷവും അവർക്ക് ഉണ്ട്. 2006 സൗദി ബാലൻ അനസ് അൽ ഷഹീറിന്റെ മരണത്തെ തുടർന്ന് അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. പിന്നീട് 2011 ഇത് സംബന്ധിച്ച ശിക്ഷ വരുന്നത് വധശിക്ഷ പ്രഖ്യാപിക്കുന്നത്. ഇതിനുശേഷം മലയാളി സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ റഹീമിനെ മോചിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് ആ സമയത്ത് വേണ്ടത്ര വിജയം കണ്ടില്ല. 2023 സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അപ്പീൽ നൽകിയതിനെ തുടർന്ന് പക്ഷെ ഈ അപ്പീൽ തള്ളുകയും വധശിക്ഷ ശരിവെക്കുകയുമായിരുന്നു. പക്ഷെ അതിനെ തുടർന്നാണ് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ, റഹീമിനെ മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്. ദിയാധനമായി ബാലന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് 1.5 കോടി, അതായത് 15 മില്യൺ സൗദി റിയാലാണ്. ഏതാണ്ട് നാട്ടിലെ ഇന്ത്യൻ രൂപയിലേക്ക് മാറുമ്പോൾ 34 കോടിയോളം രൂപ. ഈ തുക സമാഹരിക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് പ്രവാസി സംഘടനകളും അതുപോലെ തന്നെ ലോകത്തെങ്ങുമുള്ള മലയാളികളും ഏറ്റെടുത്തത്. ഒരുപക്ഷെ തുടക്കത്തിൽ ഇത് സാധ്യമാകുമോ എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരിക്കാം. പക്ഷെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തെങ്ങുമുള്ള മലയാളികളുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ ഒരു കരുതൽ ഒക്കെ ഈ സഹോദരന്റെ വേണ്ടി ഉണ്ടായി. സ്വന്തം സഹോദരനെ പോലെ കണ്ടാണ് അബ്ദുൾ റഹീമിനെ ഓരോ മലയാളിയും സഹായിച്ചത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റഹീമിന്റെ ഈ 34 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തെ സംബന്ധിച്ച്, ഒരുപക്ഷെ കേരളത്തെ കുറിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ഈ കാലത്ത് പ്രവാസി മലയാളികളെ സംബന്ധിച്ചൊക്കെ തന്നെയും വലിയ തോതിൽ ആശ്വാസം പകരുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഉള്ളത് ഈ റഹീമിനെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച നിയമ നടപടികളാണ്. റിയാദിലെ ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയുള്ള മലയാളി ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 16 വധശിക്ഷ നടപ്പാക്കേണ്ടത്. അതിന് മുമ്പ് തന്നെ ഈ സമാഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടികൾ ഊർജിതമാകും. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഫോളോ അപ്പ്, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. റഹീമിന്റെ മോചനം ഉടൻ തന്നെ സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികളൊക്കെ തന്നെയും ഉള്ളത്. സൗദിയിലാണെങ്കിൽ 80ഓളം സംഘടനകൾ, അതിൽ എല്ലാ തരത്തിലുള്ള സംഘടനകളുണ്ട്. നവയുഗം, നവോദയ, KMCC, OICC തുടങ്ങിയ സംഘടനകളൊക്കെ ചേർന്ന് ഏതാണ്ട് 80ഓളം സംഘടനകൾ ചേർന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗദിയിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയത്. നാട്ടിൽ സമാന്തരമായ പ്രവർത്തനങ്ങൾ അവിടെയും നടന്നു. ഏതായാലും എല്ലാ മലയാളികളുടെയും കൂടെ ഒരു ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്തിനൊടുവിൽ റഹീമിന്റെ മോചനം സാധ്യമാവുകയാണ്. ജമാൽ, മനുഷ്യരിങ്ങനെ ഈ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കള്ളികളിലാക്കി ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ ഇങ്ങനെ മനുഷ്യനെ വിഭജിച്ച് നിർത്തുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കുക, അങ്ങനെ നമ്മുടെ കേരളത്തെ അടക്കം ആ രീതിയിൽ അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു മനുഷ്യക്കൂട്ടായ്മ, ജാതിയും മതവും വർഗവും ഭാഷയും എല്ലാം വ്യത്യസ്തമായ ഒന്നുമല്ല, ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു ഒരുമയുടെ പ്രതീകമാണ് എന്ന് ചിന്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഒരു വലിയ വിജയം.